അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കൊട്ടിയൂർ പോയതാണ്. ഒരു ഒന്നൊന്നര പോക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് പോയത്. അപ്പോൾ പോയത് എൻ്റെ അമ്മ വീട്ടുകാരുടെ കൂടെയാണ്. അപ്പോൾ തലേ ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി നേരെ മെട്രോ പിടിച്ച് ആലുവയിലേക്ക് പോകാൻ നിൽപ്പാണ് ഈ കാണുന്നത്. ഈവനിങ് ടൈമാണ് നമ്മൾ ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷേക്ക് കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഷേക്കൊന്നും വേണ്ട, എനിക്കൊരു ചായ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മ ചായ കുടിച്ചു. ഞാൻ നേരെ ഈ ഷേക്കിൻ്റെ സ്പോട്ടിൽ കയറി. 49 രൂപയുടെ ഒരു സ്പോട്ടാണ്. ഇവിടെ അടിപൊളിയാട്ടോ. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പെങ്കുച്ചിനെ കണ്ടു. ആളെൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊക്കെ കണ്ടതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ. ഗൈസ്, അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓരോരോ കുൽസിതങ്ങൾ. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. ചെറുതായിട്ടൊന്ന് സസ്പെൻഡ് അവിടെ ഇരിപ്പുണ്ട്. അത് കിട്ടും, തിരിച്ച് പിടിക്കും. അല്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോഴേക്കും, ഈവനിങ് അല്ല സന്ധ്യയപ്പോൾ അവിടെ എത്തി. അപ്പോൾ തന്നെ നമ്മൾ നേരെ വണ്ടി കയറി. സൈഡിലിരിക്കുന്ന ഒരു നാത്തൂനാണ് അമ്മു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. പിന്നെ ചേച്ചിയും ചേട്ടനും വരാറായപ്പോൾ അമ്മു അപ്പുറത്തേക്ക് ഇരുന്നു, വേറെ ആരെയും സീറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ചേച്ചിയും ചേട്ടനും കൂടി കയറി. വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വണ്ടർല വ്ളോഗിലൊക്കെ ഉണ്ട്. പിന്നെ യാത്ര അങ്ങ് തുടങ്ങി. ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം നല്ലൊരു വീഴ്ച വീണ് എൻ്റെ 2 കാലും പോയിരിക്കണമായിരുന്നു. സോ എനിക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ നിർത്തുമായിരുന്നു. ആദ്യം പോയ സ്ഥലത്ത് ഞാൻ ഇറങ്ങൂലായിരുന്നു. ഇറങ്ങി ചെന്നപ്പോൾ ചായ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് ഞാൻ വരില്ലായിരുന്നു. ഇവരെല്ലാവരും കൂടി എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ഞാൻ കട്ടൻ ചായ കുടിച്ചാൽ എനിക്ക് പാലൊന്നും പറ്റില്ല, പാൽ ചായ പറ്റില്ല. പക്ഷേ എനിക്ക് ഷേക്ക് കുടിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. എനിക്കറിയില്ല ഇതൊക്കെ എന്ത് പ്രകൃതമാണെന്ന്. പിന്നെ നമ്മളില്ലേ ഈ ഒരു കൊട്ടിയൂരിൻ്റെ ഒരു കുറച്ചധികം ദൂരം ഉണ്ട്. എന്നാലും ഒരു ഏരിയ എത്തുമ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ അവർ പിടിച്ചിടും. അത് എന്ന് വെച്ചാൽ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതുകൊണ്ടാണ്. വീക്ക് ഡേയ്സ് അത്ര സീൻ ഉണ്ടാവും തോന്നണില്ല. വീക്കെൻഡ് പോകുന്നവർ ഇതൊന്ന് സൂക്ഷിച്ചോളൂ. ഇതേപോലെയൊക്കെ പോസ്റ്റ് അടിച്ച് കിടക്കേണ്ടി വരും. പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷപ്പായി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുള്ള നിപ്പാട്ട് നിൽക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ റംബൂട്ടാൻ ഉണ്ടായി നിൽക്കണു. എനിക്കാണെങ്കിൽ ഈ ഫ്രൂട്ട് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളവിടെ ചെന്നിട്ട് ഇത് പറിച്ച് കഴിക്കലാണ്. പക്ഷെ നമുക്കൊരു വീടല്ലേ, അവർക്കിത് തോന്നും. അതുകൊണ്ട് മൊത്തം പറിക്കാനും തോന്നണില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ കുറേ നേരം പരിങ്ങി, ഞാനും ചേട്ടനും ചേച്ചിയും. പിന്നെ വല്ലയിടത്തൊരു അമ്മൂനെയും പിടിച്ചു വലിച്ച് അവിടെ കൊണ്ട് നിന്ന് ഞങ്ങളിങ്ങനെ കിടന്ന് പരിങ്ങാണ്ട്. അപ്പോൾ അവിടുത്തെ ആൻറ്റിക്ക് മനസ്സിലായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു മോക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം, അപ്പുറത്തെ വീട്ടിലുണ്ട്, അവർ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവറ്റകൾക്ക് ഇതൊന്നും വേണ്ട, ഇവരുടെ വീട് അവിടെ ഉണ്ട്, ആലുവയിലുണ്ട്. എനിക്ക് ആ പറഞ്ഞ സാധനം കിട്ടിയില്ല. ഞാൻ ഈ സാധനം സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പൈസ കൊടുത്ത് മേടിച്ചു. എനിക്ക് അത്രയും കൊതിയായിട്ട് ഒന്ന് ആലോചിക്കണം. ഇത് എൻ്റെ ബ്രദറാട്ടോ, അവനെടുക്കാൻ പറഞ്ഞു, ഞാൻ അവനെടുത്തു. പിന്നെ ബാക്കി കൊട്ടിയൂർത്തെ വിശേഷം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ. എല്ലാം കൂടി ഇതിലങ്ങോട്ട് ഒതുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്.